അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് ആണെങ്കിലും ദിവസേന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഇതാ നമ്മൾ നല്ലൊരു പുട്ടാണ് കേട്ടോ ചുടുന്നത്. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ പെരേക്കാണ് പോകുമ്പോൾ എന്താ സന്തോഷം, നമുക്ക് ഉറക്കം വരൂലല്ലേ. അപ്പം ഞാൻ നേരത്തെ തന്നെ നീച്ചുകാണ്ട് അടുക്കളയ്ക്ക് വന്നപ്പോഴാണെങ്കിൽ പെരുജാതി മഴയാണ് കേട്ടോ. അപ്പം നമ്മൾ പെരയ്ക്ക് പോകുമ്പോൾ ഒരു സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളെ പെരയിൽ ചെയ്ത് വെക്കണം. പിന്നെ എന്താ വെച്ചാൽ ഞാനും കുട്ടികളെ പോണുള്ളൂ, ഇല്ല കേട്ടോ. നമ്മളെ നാത്തൂനെ പ്രസവത്തിന് കൊണ്ടുപോകലാണ്, പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പം ഞാൻ ഓൾക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനം അതാ നല്ലൊരു പലഹാരം വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും പാടിരുന്ന് തിന്നാൻ വേണ്ടിക്കാണ്ട് ഞാൻ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നേരം വെളുത്ത് നീച്ചപ്പോൾ തന്നെ കണ്ട കാഴ്ച നമ്മളെ മനസ്സിന് ഭയങ്കര ഇതായിട്ടോ. കാരണം പെരും മഴയാണ്, നമ്മൾ ബൈക്കുമ്മല്ലെന്ന് പോകണിട്ട്, അല്ലെങ്കിൽ ഇവർ കൊണ്ടാക്കി തരില്ല, ബാബു കൊണ്ടാക്കി തരില്ല അധികം. പിന്നെ ഇന്ന് ഞാൻ ബസ്സിന് പോവാൻ കരുതിങ്ങാണ്ടിരിക്കുക. ഈ ബൈക്കുമ്മ കയറാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് നമ്മളെ പോലെ സാധാരണക്കാരാണ് ഇടങ്ങറായത്. ഇന്ന് നീച്ച് വരുമ്പോൾ തന്നെ എന്താട്ടി ഫ്രിഡ്ജ് അവിടെ ഓഫാക്കിയിട്ടു. കാരണം ഇനി എല്ലാ പണിയും കഴിഞ്ഞാലും ഈ ഫ്രിഡ്ജത്തെ വെള്ളം അങ്ങോട്ട് തോർന്ന് പോരൂല കേട്ടോ. ഈ കട്ട അങ്ങോട്ട് വേറിട്ട് കിട്ടൂല. അപ്പം നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരാളൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കൂന്തളാണ്, പിന്നെ അതുപോലെ പയറ്റിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. പയറ്റിൻ്റെ ഇല വാങ്ങി കൊടുന്നിക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഇല വർഗ്ഗമൊക്കെ. അപ്പോൾ കൂന്തളത്തൊക്കെ വെള്ളം നല്ല വറ്റിക്കോട്ടെ. പിന്നെ നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നത് പുട്ടാണ്. നിങ്ങൾ പുട്ട് ആദ്യം തന്നെ കണ്ടില്ലേ. അപ്പോൾ ആ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ബീട്രൂട്ട് ഉപ്പേരി വെക്കാൻ കൊടുന്ന കേട്ടോ. അപ്പോൾ ഒറ്റ ബീട്രൂട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്. പിന്നെ പഴം വാങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. പഴം കൊണ്ടാൻ പറഞ്ഞിട്ട് ആ വലിയ പഴമാണ് കൊടുന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, മോനോട്ട് ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് പഴം വാങ്ങിച്ചാൽ കരുതുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കൂന്തൽ മസാല കൂട്ടി വെക്കട്ടെ, എന്നാൽ ഏരിയൊക്കെ അതിൽ പിടിച്ചും ചെയ്തോളും. പിന്നെ കൂന്തൽ എപ്പോഴും ഈ വെള്ളം ഉണ്ടായിട്ടാണ് തോന്നുന്നു കേട്ടോ പൊട്ടിത്തെറിച്ചത്. അപ്പം ഞാൻ വെള്ളമൊക്കെ നല്ല വാർത്ത് വെച്ചതിൻ്റെ ശേഷമാണ് മസാല കൂട്ടുന്നത്. കൂന്തലൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തുങ്ങാണ്ട് താഴത്തേക്ക് വെച്ചിരുന്നു. അപ്പം പിന്നെ പണിയൊക്കെ എളുപ്പം കജ്ജും ചെയ്യും. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടാ, ഇനി ഞാൻ പയറ്റിൻ്റെ അരിയുണ്ട്, അതുപോലെ തന്നെ 2 വെല്ലുള്ളി നേരാക്കാണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യട്ടെ, പുട്ടിനുള്ള പൊടിയാണ് കുഴച്ച് വെക്കണം. കാരണം അതേ ധൃതിയിൽ ചെയ്താൽ നമ്മളെ പുട്ട് ശരിയായി കിട്ടൂല. ഈ അജ്മി പുട്ടിലൊരു പരിപാടി ഉണ്ട്, കാരണം ഒരുപാട് വെള്ളം പാർന്നാൽ തന്നെ ശരിയാവുള്ളൂ. അപ്പം ഞാൻ ഒരതണ സാധനമൊന്നും നമുക്കില്ല കേട്ടോ. നമ്മൾ ഈ ചെത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരതും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാനിതാ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ തന്നെ ഞാൻ പുട്ട് ചുടുട്ടോ. കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാകുമ്പോൾ എളുപ്പം കഴിയും. ഇഷ്ടപ്പെടാത്തൊരു സാധനമാണെങ്കിൽ പിറ്റന്നാളുണ്ടാവും കേട്ടോ. അത് പിന്നെ നമ്മൾ ഉമ്മാരാണല്ലോ എല്ലാവരും തിന്നുങ്ങാണ്ട് കഴിച്ച്, നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിലും നമുക്ക് കളയാൻ തോന്നൂലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളല്ലെങ്കിൽ എന്താ വിചാരിച്ചിട്ടാ വൈകുന്നേരത്തേക്ക് 4 മണിക്ക് ചായക്കോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എടുക്കലാണ് കേട്ടോ. ആ മഗ്‌രിബിയുടെ നേരത്ത് കുട്ടികൾക്ക് എന്ത് കൊടുത്താലും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇനി ഓൾക്ക് വേണ്ടാച്ചിട്ട് നമ്മൾ തിന്നണ നേരത്തുണ്ട് ഓല് രണ്ടാളും വന്നിട്ട്, അപ്പോൾ ഓലും അതിൽ കൈയിട്ട് മാന്തി തിന്നാൻ കയറുക, അതൊക്കെ രസമാണ് കേട്ടോ. പിന്നെ ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ഉള്ളി എന്താ വെച്ചാൽ ഒന്ന് കൂന്തൾക്കും ഒന്ന് പയറ്റിൻ്റെ ഇലയ്ക്കുമാണ്. അപ്പോൾ പയറ്റിൻ്റെ ഇല ഇവിടെ അരിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ആ റേക്കമ്മ കൊണ്ടുപോയിങ്ങാണ്ട് അതിൽ പുഴുക്കളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിങ്ങാണ്ട് അരിഞ്ഞിട്ട് കഴുകിങ്ങാണ്ട് ഇതാ നല്ലപോലെ വെള്ളത്തിൽ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കട്ട് ഊറ്റി കളയണമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളികളൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി ചതക്കാണ്ടായിരുന്നു, കാരണം മീൻ പൊരിച്ചണേക്ക് ഇടാനാട്ടത്. അങ്ങനെ നമ്മളെ പയറ്റിൻ്റെ ഇല ഞാൻ ഇനി ഇതിലേക്ക് ഇടല സപ്പ് ഇട്ട് കൊടുക്കണ്ടല്ലേ, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഞാൻ ഏതായാലും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ. മഞ്ഞപ്പൊടി ഇടാതെ ആ വെള്ളത്തിൽ തന്നെ പയറ്റിൻ്റെ ഇല ഇട്ടുങ്ങാണ്ട് നല്ലോണം തിളച്ചുങ്ങാണ്ട് അതിൻ്റെ കട്ട് ഊറ്റിയാലുള്ളൂ പയറ്റിൻ്റെ ഇല രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല കണ്ടറിഞ്ഞ് വെക്കുന്നുണ്ട്. ഉപ്പേരി പോലെ വെച്ചാൽ നല്ല രസമാണ്, കാരണം കറിയല്ലല്ലോ. ഇനിയിപ്പോൾ കറി വെച്ചാലും എനിക്ക് പയറ്റിൻ്റെ ഇല മത്തൻ്റെ ഇല ഒന്നുമില്ല, ഞാൻ കിട്ടണ ഇല കൊണ്ടൊക്കെ നല്ല മട്ടത്തിൽ രസം കറി വെക്കലുണ്ട്. അപ്പം ഇന്ന് എങ്ങനെ ആയാലും കറിയൊന്നും വെക്കണില്ല. ഇന്ന് ഞങ്ങൾ പയറ്റിൻ്റെ ഇല കൂട്ടിങ്ങാണ്ട് ചോറ് തിന്ന ഉടനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പോവല്ലേ. അപ്പോൾ പിന്നെ രാത്രിയിൽ ബാബു മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ കൂന്തൽ പൊരിച്ചതോ തൈരോ അങ്ങനെയൊക്കെ ഓൾക്ക് ഇഷ്ടം. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെയും ആണെന്നാലേ അതിൻ്റെ രസം അറിയുള്ളൂ. അങ്ങനെ ഞാൻ കൂന്തൽ കുറച്ച് നേരത്തെ തന്നെ അടുപ്പത്തിട്ടിട്ടുണ്ട്, കാരണം ഇത് ധൃതിയിലിട്ടാൽ പൊരിഞ്ഞ് കിട്ടൂല. പിന്നെ അവസാനത്തേക്ക് വെച്ചാൽ നമ്മളെ വീതന തുടക്കൽ നടക്കൂല കേട്ടോ. അതിനാണ് ആദ്യം തന്നെ അത് അടുപ്പത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ നല്ല സ്പീഡിലാണ് ഗ്യാസ് കത്തിച്ച് നിന്നിട്ട് എന്തായിട്ടും ഒന്നും ഇങ്ങോട്ട് സിമ്മിലാക്കിയിട്ട് ഞാൻ എൻ്റെ പരിപാടി എടുക്കും. അതവിടെ കടന്ന് അങ്ങനെ വെന്തോളും.
പിന്നെ ഞാൻ പയറ്റിൻ്റെ ഇലയ്ക്ക് ഇതാ തേങ്ങയും 2 പച്ചമുളകും അതുപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പാടെ കൂട്ടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുകയാണ്. എന്നത് ഇതിലേക്ക് ഇടാലോ. അങ്ങനെ പയറ്റിൻ്റെ ഇലയൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു ഓട്ടപാത്രത്തിൽ കൂറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തു. അതിക്ക് വെല്ലുള്ളി കനമില്ലാത്തത് അരിഞ്ഞിക്കാണ് കേട്ടോ. കാരണം 2 വെല്ലുള്ളി എടുത്ത് ഒന്ന് കനത്തിൽ അരിഞ്ഞിക്കണ കൂന്തൾക്കാണ്. കനമില്ലാത്ത അരിഞ്ഞിക്കണ ഞാൻ പയറ്റിൻ്റെ ഇലയ്ക്ക് വേണ്ടിട്ടോ. എനിക്ക് ഇല ചീര എന്നാണ് കേട്ടോ വരുന്നത്. പയറ്റിൻ്റെ ഒന്നും ഇപ്പം അടുത്തൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇക്കാരം. അപ്പം ഞാൻ വെല്ലുള്ളിക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയിൽ ഞാൻ 2 പച്ചമുളക് കൂട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ പയറ്റിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ല വറവ് ഇടണം. എന്താ വെച്ചാൽ നമ്മൾ പയറ്റിൻ്റെ ഇലയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളെ പേര് ശരിയായി കിട്ടൂല. അപ്പം ഞാൻ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല കത്തിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിൻ്റെ ശേഷമാണ് ഞാൻ തേങ്ങ ചതച്ചതായിക്ക് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിന് ഇവിടെ മീൻ പൊരിഞ്ഞു കേട്ടോ. അതാണ് നമ്മൾ മീൻ കടുപുടിയാനൊന്നും പൊരിച്ചാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞു അത് അവിടെ കടന്ന് അങ്ങനെ ശരിയായി. അപ്പോൾ അത് മാറ്റിയിട്ട് അതിക്ക് കനല്ല വെല്ലുള്ളി അരിഞ്ഞിട്ടുണ്ടല്ലോ അത് അതിക്ക് ഇട്ട് കൊടുത്തു. പയറ്റിൻ്റെ ഇലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ഞാൻ ആ തേങ്ങ ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടാണ്ട്. അപ്പം ഞാൻ പയറ്റിൻ്റെ ഇലയ്ക്ക് ഇതാ ലേശം പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. വറവാവാനേക്കും വെറുവേനേക്കും കേട്ടോ. എന്നിട്ട് ഞാൻ തീയൊക്കെ കുറച്ച് വെച്ച് കണ്ടെന്നിട്ട് ആകൊക്കെ ഒന്ന് പോയി അടിച്ചോരി നേരാക്കിയിട്ട് ബെഡ്ഷീറ്റും ബെഡൊന്നും നേരാക്കിയിട്ടില്ല. കാരണം സ്കൂൾ കുട്ടികളാണ് പോയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വലിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുടിയേക്ക് കൊണ്ടുപോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണ്ട. അപ്പം ഇനി ഞാൻ മറക്കുള്ളൂ വെച്ചിട്ട് മോനുവിനോട് പറഞ്ഞു അതൊക്കെ ഒന്ന് നേരാക്കി വെച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് നേരാക്കണ്ട. അപ്പം ഞാൻ അടിച്ചോരി ഇങ്ങോട്ട് പോന്നാൽ നമുക്ക് കച്ചറ അങ്ങോട്ട് കൊണ്ടുപോയി ഇടാമല്ലോ. അത് പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് കയറിയാലും അത് നേരാക്കി എടുക്കാം. നമ്മളെ കൂന്തൽ ഫ്രൈ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നതാണ്. വെളുത്തുള്ളി ഇതിൻ്റെ മേലെല്ലാം ഇടേണ്ടത്. ശരിക്കും നമ്മൾ എണ്ണ പാർന്നിട്ട് വെല്ലുള്ളി ഇടൂല, അതിൻ്റെ ഒപ്പം വെളുത്തുള്ളി ചതച്ച് ഇടേണ്ടതാണ്. അപ്പം മറവി എന്ന് പറയുന്ന ഇതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഏതായാലും ചതച്ച് വെച്ചില്ല. അപ്പം ഇട്ടതാ. ചതച്ചിട്ടില്ലേ ഞാൻ ഇടൂല കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ ഉടച്ചു. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ട് പുട്ട് ചുടണം. പുട്ടിനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ എന്തിട്ടു തേങ്ങ ചിരകാൻ പോയി. തേങ്ങ ലേസമൊക്കെ ഉണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ ഈ തേങ്ങയുടെ അടിയാകുമ്പോൾ നമ്മൾ പുട്ട് രസം ഉണ്ടാവില്ല. അപ്പം ആ തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ വെള്ള ഭാഗം ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം എന്താട്ടോ ലേസം പഞ്ചസാരൊക്കെ കുഴച്ചിങ്ങാണ്ട് ശാലുവിനും മോനുവിനും കൊടുക്കേ അല്ലെങ്കിൽ സമ്മന്തി അരക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇന്ന് സമ്മന്തി ഒന്നും അരക്കണില്ലല്ലോ. കാരണം വിരുന്ന് പോകുമ്പോൾ കുറേ സമ്മന്തി ഇവിടെ അരച്ച് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ചെമ്മീൻ അച്ചാറുണ്ട്. അപ്പം പിന്നെ സമ്മന്തിയുടെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാനിത് നമ്മളെ പുട്ടുപൊടിയൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല മഴ ഉണ്ടാവും നമ്മളെ പുട്ട് ഇങ്ങനെ ചുട്ടാൽ. നല്ല തേങ്ങയൊക്കെ ഇടുന്നുണ്ട്. ഇനി നല്ല മസൂരി വായക്കൊക്കെ കുഴച്ച് പുട്ട് തിന്നാൽ എന്തോ ഒരു രസമായിക്കാരം. പപ്പടത്തിൻ്റെ ഒരു കമ്മിയുണ്ട് കേട്ടോ. പപ്പടം പറഞ്ഞാൽ കൊടുന്ന് തരൂല. കുറച്ച് ദിവസം പാടെ കഴിഞ്ഞിട്ടേ പപ്പടം കൊടുന്ന് തരുള്ളൂ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ നല്ല അടിപൊളി പുട്ടാണ്. അപ്പോൾ കുട്ടികൾ പുട്ട് തിന്നാത്ത കുട്ടികളുണ്ടാവും, ബീട്രൂട്ട് തിന്നാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ശരീരത്തിന് നല്ലത് എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അതിലിടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിലത്തെ വെള്ളമൊക്കെ അവിടെ ഒഴിച്ചാകെ ഇതായി കൊണ്ടോ. കാരണം അടിച്ചോരി ഇതുകൊണ്ടൊക്കെയാണ്. നമ്മൾ ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചോരി അങ്ങോട്ട് പോരൂലല്ലോ. അങ്ങനെ ഞാൻ പുട്ട് ചൂടാറാത്ത പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മയം കിട്ടിക്കോട്ടെ വെച്ചിട്ട് അയക്കണ്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ അവിടെ അടച്ച് വെച്ചാൽ മതിയല്ലോ. പിന്നെ ശാലും മൂന്നും ഞാനും പാടെ തിന്നായിരിക്കുമ്പോൾ അവിടെ എടുത്താൽ മതി. അപ്പം ഞാനിതാ പുട്ട് തിന്നാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നേരാക്കിങ്ങാണ്ട് ഇനി കൊലായ്മ കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ച. ഇവിടെ ഒന്നും ഇരിക്കൂല. ചായ കുടിക്കുക അധികം ഞങ്ങൾ കൊലായ്മ ഇരിക്കുക. ചോറൊക്കെ തിന്നാൻ അധികം ഞങ്ങൾ അടുക്കളയിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടറിഞ്ഞ് ചുട്ടിട്ടുണ്ട്. ഇങ്ങനെ പുട്ട് ചുടണത് എന്താ വെച്ചാൽ തോനെ ചുടണത് തിന്നണ നേരത്തെ തോനെ കണ്ടില്ലെങ്കിൽ കുട്ടികളെ വിചാരം എനിക്കില്ലാച്ചിട്ട് ഓൾക്ക് വേണമെങ്കിലും ഒരു മുണ്ടൂല കേട്ടോ. രണ്ടാളും അങ്ങനെ തന്നെ ചെയ്യുക. അവിടെ വെക്കും. എന്നിട്ട് തിന്നലൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പറയും ഞങ്ങൾക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു, ഉമ്മാക്ക് ഇല്ലാച്ചിട്ട് അവിടെ വെച്ചതാണ് എന്ന് പറയും. അപ്പം അതാണ് ഞാൻ പാത്രത്തിൽ ഇത്രയും കണ്ടറിഞ്ഞാണ്ട് കൊലായ്മ കൊണ്ടുപോയി വെച്ച് തിന്നായിരുന്ന ബാക്കിയുണ്ട് കൊണ്ടുപോയി. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതാ കണ്ടില്ല നിങ്ങൾ. ഈ വിഭവങ്ങളാണ് ഇന്നത്തെ വിഭവം. എന്തായാലും വേണ്ടില്ല, അതൊക്കെ തിന്നിട്ട് വേണം പോവാൻ. അപ്പത്തിന് ഇതാ ഉണ്ണിയപ്പം കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കടയിൽ നിന്ന് കൊടുന്നതാണ്. കാരണം ഇവിടെ നിന്നാണ് കടകൾക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പം കമ്പനി ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 10-50 ഉണ്ണിയപ്പം വാങ്ങിക്കണം കേട്ടോ. അത് കൊടുന്നിട്ട് പലഹാരം കൊണ്ടുപോകണമല്ലോ. നമ്മൾ നാത്തൂനൊക്കെ അല്ലേ, വലിയ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവരും ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണമല്ലോ വെച്ചിട്ട് നമ്മളെ വക ഇത് വാങ്ങിയിട്ടുണ്ട്. മഴ ചോർന്നിട്ട് തന്നെ ഇല്ലട്ടോ. തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മഴ പെരുംജാതി മഴ പെയ്തുങ്ങാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബസ്സിന് പോകുമ്പോൾ മഴ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങറാണല്ലോ. കവർ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. നമ്മൾ പഞ്ചായത്തേര് വരുമ്പോൾ കവറിലൊന്നും വെള്ളം പറ്റൂല.
അപ്പോൾ അത് കഴുകിങ്ങാണ്ട് അവിടെ അങ്ങനെ തൂക്കി വെക്കും. അതുകൊണ്ടാണ് അതവിടെ. പിന്നെ അങ്ങനെ വന്നിട്ട് തുണിയും കുപ്പായൊക്കെ ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ വന്നിങ്ങോട്ട് മാറ്റിയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ നാളെ തന്നെ ഇങ്ങോട്ട് തന്നെ പോരാനാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകണം കേട്ടോ. ഇനി പെരേന്നിട്ട് പോരുമ്പോൾ നമുക്കൊരു ഇടങ്ങറാണ്. എന്നാലും വേണ്ടില്ല, ആൻസത്തി വന്നിക്കണു. എല്ലാവരും ഇങ്ങനെ വിളിച്ചുമ്പോൾ ഒരു തൊയിരക്കടാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ കമൻറ്റ് എഴുതണം. നിങ്ങളെ കമൻറ്റിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.